അപ്പോൾ അദ്ദേഹത്തിൽ ശരിക്ക് മുരളീനെയായിരുന്നു മനസ്സിൽ കരുതിയിരുന്നത്. പക്ഷേ മുരളിയുടെ ഡേറ്റും കാര്യങ്ങളും ക്ലാഷ് ആയപ്പോൾ ആ റോളിലേക്കാണ് ലാലു ലക്സ് എത്തിയത്. അങ്ങനെ അതിഗംഭീരമായിട്ടാണ് ലാലു ലക്സ് റോൾ ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് ശരിക്കും പറഞ്ഞാൽ ലാലു ലക്സ് ആണ് ശരിക്കും അതിലൊരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. മമ്മൂക്കയെക്കാട്ടും പോസിറ്റീവ് ക്യാരക്ടർ ശരിക്കും ലാലു ലക്സിൻ്റെ ആണ് അതിൽ. മമ്മൂക്കയുടെ ചന്ദ്രദാസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ കുറച്ചൊരു നെഗറ്റിവിറ്റി ഉണ്ട്. ആ സിനിമ കണ്ടവർക്കൊക്കെ ശരിക്കും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ഞാൻ അതിൻ്റെ കഥയിലേക്ക് കിടക്കുന്നില്ല, എങ്കിലും അതൊരു ഭയങ്കര ബ്രേക്കായി. പിന്നെ വീണ്ടും കുറേ സിനിമകൾ അഭിനയിച്ച്, പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്കിങ്ങനെ എടുത്തു പറയത്തക്ക എല്ലാ സിനിമകളും പോലീസ് ഓഫീസറായിട്ടുണ്ട്. അദ്ദേഹം ചില ഒരു സീനിലൊക്കെ പോലീസ് ഓഫീസറായിട്ട് വരുന്ന സിനിമകൾ പോലും ഇന്ന് നമ്മൾ റീൽസൊക്കെ ആയിട്ട് കാണാറുണ്ട്. അതിലെനിക്ക് തോന്നുന്നു കാഞ്ഞിരപ്പള്ളി കറിയാച്ച് എന്ന് പറയുന്ന ഒരു സിനിമ, അതുപോലെ തന്നെ സ്വർണ്ണക്കിരീടം എന്ന് പറഞ്ഞ മനോജ് കെ ജയന്റെ ഒരു സിനിമ, ഇദ്ദേഹത്തിന്റെ ചില തെറി വാക്കുകളൊക്കെ വെച്ചിട്ടൊക്കെ റീൽസൊക്കെ പലതും കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഡയലോഗ് പ്രസന്റേഷൻ നമുക്കറിയാം. ഇപ്പോൾ പേഴ്സണലായിട്ട് പറയുക എന്ന് പറഞ്ഞ മിമിക്രിക്കാരെ ഏറ്റെടുത്തത്, അത് ഏത് സിനിമയിലാണ് ലാലു ലക്സ് പറഞ്ഞതെന്ന് അദ്ദേഹത്തിന് തന്നെ ഓർമ്മയില്ല. പക്ഷെ അത് എവിടെയോ കേട്ടു. പിന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു സംഭാഷണ ശൈലിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും ലാലു ലക്സ് എന്ന് പറയുന്ന നടനെ ഇഷ്ടമാണ്.